ലൈഫ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്തൃ വിഹിതം നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്നും ഭവനരഹിതരില്ലാത്ത സംസ്ഥാനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. PMAY ലൈഫ് ഗുണഭോക്തൃ സംഗമവും ആദ്യ ഗഡു വിതരണവും തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്രവിഹിതമായ 72,000 രൂപയ്ക്ക് പുറമെ 3,28,000 രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നത്. ലൈഫിൽ മാത്രം 5,38,000 പേർക്ക് ധനസഹായം കൊടുത്തു. 4.25 ലക്ഷം പേർക്ക് വീട് പണി പൂർത്തിയാക്കി താമസിക്കാൻ സാധിച്ചു. 1.14 ലക്ഷം വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഓരോ മാസവും പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തിയാണ് മുൻപോട്ടു പോകുന്നത്. 1 ലക്ഷം വീടെങ്കിലും ചുരുങ്ങിയത് ഈ വർഷം നൽകുകയാണ് ലക്ഷ്യം. 17,962 കോടി രൂപയാണ് സർക്കാർ ഇതുവരെ പദ്ധതിക്കായി ചിലവാക്കിയത്. 2,084 കോടിയാണ് കേന്ദ്രവിഹിതം. ബാക്കി 15,800 കോടിയിലധികം തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. 1,07,500 കോടി രൂപ കേരളത്തിന് അർഹമായ തുക കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കാനുണ്ട്. തുക ലഭിക്കുന്നതിനെ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിൽ നിന്നും അനുകൂല വിധിയാണ് പ്രതീക്ഷിക്കുന്നത്. പെൻഷൻ, സ്കൂൾ, ആശുപത്രി എന്നിങ്ങനെ വിവിധ കാര്യങ്ങൾക്ക് ആ തുക ഉപകാരപ്പെടും. അതിദരിദ്രരായ കുടുംബങ്ങളെ കണ്ടെത്തി അതിൽ 70% പേരെയും ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ സർക്കാരിനായി. നവംബർ 1 തീയതിക്കകം ബാക്കി കൂടി പരിഗണിക്കാനാകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ച് അത്യാധുനിക രീതിയിൽ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ടൗൺഷിപ്പ് മേപ്പാടിയിൽ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി വരാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ലൈഫിൽ മാത്രം 5,38,000 പേർക്ക് ധനസഹായം കൊടുത്തു. 5,38,000. അതിൽ 4,24,800 വീട് മിനിഞ്ഞാന്ന് വരെയുള്ള കണക്കനുസരിച്ച് പണി കഴിഞ്ഞു. ആള് താമസം പറഞ്ഞു. 4,4 ലക്ഷം. 1,14,000 വീടിന്റെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും ഞാൻ മന്ത്രി എന്ന നിലയിൽ അത് വിലയിരുത്തി. ഇത്ര വീട്, ഓരോ വീടും ഏത് സ്റ്റേജിൽ, ഇത്രയായിരം വീട് തറപ്പണി കഴിഞ്ഞു, ഇത്രയായിരം വീട് ലിൻഡർ സ്റ്റേജിലെത്തി, ഇത്രയായിരം വീട് അവസാന ഘട്ടത്തിലാണ്. അങ്ങനെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടിരിക്കുക. അപ്പോ ഈ കൊല്ലം ചുരുങ്ങിയത് 1 ലക്ഷം വീട് കൊടുക്കും. 25-26 ചുരുങ്ങിയത്. അതിന് കൂടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബജറ്റ് വരുമ്പോഴാണ് പറയപ്പെടെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ 1 ലക്ഷത്തിൽ കുറയുന്ന പ്രശ്നമില്ല. അപ്പൊ എത്രയായി? 5+1 6 ലക്ഷം വീട് 2026 കൊടുക്കാൻ. ഇപ്പൊ 4,4 ലക്ഷം കൊടുത്തു. 1 ലക്ഷത്തിൽ 14,000 പണി നടക്കുന്നു. ഇനി 1 ലക്ഷം കൂടി വന്നാൽ 6 ലക്ഷം വീട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സംസ്ഥാനത്തും ഇത്രമാത്രം വീട് കൊടുക്കാൻ പറ്റില്ല. ഏറ്റവും ഉയർന്ന തുകയാണ് നമ്മൾ കൊടുക്കുന്നത്. ഏറ്റവും ഉയർന്ന തുക. മറിച്ച് 72,000 വെച്ച് തന്നെയാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. എന്നാൽ നമുക്ക് 22 ലക്ഷം കൊടുക്കാൻ പറ്റില്ല. സഹായം കൊടുത്തു കൊടുത്തു. എത്ര പേർക്ക് കൊടുക്കാം? 25 ലക്ഷം പേർക്ക് കൊടുക്കാം. അത്ര വെച്ചൊന്നും നേടാം. ഈ ഗവൺമെന്റ് വീട് വെക്കാൻ ചെലവാക്കിയ തുക കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. 17,962 കോടിയായി. 17,962 കോടി. അതിൽ 2,084 കോടി കേന്ദ്രത്തിന്റെ, 15,800 കോടിയിലധികം സംസ്ഥാനത്തിന്റെ. 350 പേർക്കാണ് ആദ്യ ഗഡു ബ്ലോക്കിൽ വിതരണം ചെയ്യുന്നത്. കിട്ടിയ തുക ഗുണഭോക്താക്കൾ കൃത്യമായി വിനിയോഗിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന പഞ്ചായത്തുകളിലെ ഓരോ ഗുണഭോക്താക്കൾക്ക് വീതം മന്ത്രി ചെക്ക് കൈമാറി. 1.20 ലക്ഷം രൂപയുടെയും SC വിഭാഗത്തിന് 72,000 രൂപയുടെയും ചെക്കുകളാണ് വിതരണം ചെയ്തത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജിന അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റഷീന ടീച്ചർ, കൃഷ്ണകുമാർ മാസ്റ്റർ, പ്രിയ, പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു സദക്കത്തുള്ള, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി AG അനിൽകുമാർ, ഹൌസിംഗ് സീനിയർ എക്സഷൻ ഓഫീസർ AP രാജേന്ദ്രൻ, ഹെഡ് ക്ലർക്ക് K ധർമ്മരാജൻ, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് തൃത്താല.